വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SSLC കെമിസ്ട്രി പരീക്ഷയിൽ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണം. അലൂമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത്? ഹാൾ ഹെറോൾട്ട് പ്രക്രിയ. ഹാൾ ഹെറോൾട്ട് പ്രക്രിയ. ഇതിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം. 2, അലൂമിനിയം ഓക്സൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം നോക്കാം. ലീച്ചിങ് വഴിയാണ് ബോക്സൈറ്റ് സാന്ദ്രീകരിക്കുന്നത്. പൊടിച്ച അയിരിനെ ചൂടുള്ള ഗാഢ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയുമായി പ്രവർത്തിപ്പിക്കുന്നു. അയിര് മാത്രം അതിൽ ലയിച്ച് സോഡിയം അലൂമിനേറ്റ് ലായനി ഉണ്ടാകുന്നു. അപദ്രവ്യങ്ങളെ അരിച്ച് മാറ്റുന്നു. നോക്കിക്കേ, Al2O3 2H2O plus 2NaOH gives 2NaAlO2 plus 3H2O. അതായത് സോഡിയം അലൂമിനേറ്റ് ലായനിയിൽ അല്പം അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് സോഡിയം അലൂമിനേറ്റ് ലായനിയിൽ അല്പം അലൂമിനിയം ഹൈഡ്രോക്സൈഡ് AlOH ത്രൈസ് ചേർത്ത് ശക്തിയായി ഇളക്കി ജലമൊഴിച്ച് നേർപ്പിക്കുന്നു. ഇതിൻ്റെ ഫലമായി ലായനിയിൽ നിന്ന് ശുദ്ധമായ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് വേർതിരിഞ്ഞു വരുന്നു. NaAlO2 plus 2H2O gives AlOH ത്രൈസ് പ്ലസ് NaOH. ഇങ്ങനെയുണ്ടാകുന്ന അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ശക്തിയായി ചൂടാക്കിയാൽ ജലാംശമില്ലാത്ത അലുമിന Al2O3 ലഭിക്കുന്നു. 2AlOH ത്രൈസ് ഗീവ്സ് താപം Al2O3 പ്ലസ് 3H2O എന്നിങ്ങനെ കിട്ടുന്നു. ഇത് കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കണം. രണ്ടാമത്തെ ഘട്ടം, അലൂമിനിയം ഓക്സൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം. ഈ ഘട്ടത്തിലാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ട സെല്ലുകളുടെ റിയാക്ഷൻ. സാന്ദ്രണത്തിന് ശേഷം ലഭിച്ച അലൂമിനിയയിലേക്ക് Al2O3 ഉരുകിയ ക്രയോലൈറ്റ് Na2AlF6 ചേർത്ത് ലായനിയാക്കി മാറ്റുന്നു. ഇതാണ് അലൂമിനിയം നിർമ്മാണത്തിലെ ഇലക്ട്രോലൈറ്റ്. അലൂമിനിയയുടെ ദ്രവണാങ്കം 2017°C ആണ്. ദ്രവണാങ്കം കുറയ്ക്കാനും ദ്രവണാങ്കം കുറച്ച് വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാനുമാണ് ക്രയോലൈറ്റ് ചേർക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന 5 കാർബൺ തണ്ടുകളും ആനോഡായിട്ടും അതിന് ചുറ്റുമുള്ള കാർബൺ ലൈനിങ് കാഥോഡായിട്ടും കൊടുത്തിരിക്കുന്നു. സ്റ്റീൽ ടാങ്കുണ്ട്. ഉരുകിയ ക്രയോലൈറ്റും അലൂമിനിയം അവിടെ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നു. ഉരുകിയ അലൂമിനിയം ലോഹവും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഉരുകിയ മിശ്രിതത്തിലൂടെ ഉയർന്ന വോൾട്ടതയുള്ള വൈദ്യുതി കടത്തിവിടുമ്പോൾ കാഥോഡിൽ അലൂമിനിയം വേർതിരിയുന്നു. Al2O3 എന്തായി മാറുന്നു? Al3+ 3O2- മാറുന്നു. കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം Al3+ 3 ഇലക്ട്രോൺ ചേർന്നിട്ട് അലൂമിനിയമായി മാറുന്നു. ആനോഡിൽ 2 O2- O2-ഉം 4 ഇലക്ട്രോണുമായിട്ട് പുറത്തേക്ക് പോകുന്നു. ആനോഡിൽ നിന്നും ഏത് വാതകം പുറത്തു പോകുന്നു? ഓക്സിജൻ. വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ പോസിറ്റീവ് ചാർജുള്ള കാർബൺ തണ്ടുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്ന എന്താണ്? അതിൽ പ്രവർത്തനം കൂടുതലായിട്ട് നടക്കുമ്പോൾ അത് പ്രവർത്തിച്ച് തീരുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റി കൊടുക്കണം. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ചോദിക്കട്ടെ, എന്താണ് അലൂമിനിയം നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേര്? ഹാൾ ഹെറോൾട്ട് പ്രക്രിയ. ഏതാണ് ബോക്സൈറ്റിൻ്റെ സാന്ദ്രീകരണ രീതി? ഏതാണ്? ലീച്ചിങ്. പിന്നീട് നടക്കുന്ന പ്രോസസ്സുകൾ കൃത്യമായിട്ട് പഠിക്കുക. അലൂമിനിയം ഓക്സൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണത്തിൽ ആനോഡ് ആരാണ്, കാഥോഡ് ആരാണ്? പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.